അസ്സലാമു അലൈക്കും. കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇടുന്ന വീഡിയോ കാണാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഴിഞ്ഞ 13-ാം തീയതി വൈഫിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് റീസെൻ്റായിട്ട് 2-3 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ലാസ്റ്റത്തെ വീഡിയോ കൂടെ ഇനി വീഡിയോ ഇടുന്നില്ലാന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങുന്ന സമയത്ത് 3-ാം ക്ലാസ്സിലെ കുറച്ച് കുട്ടികൾ കൊടുന്നൊരു സാധനത്തിന് തരുന്നത്. എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും പറയാതെ നേരെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു. അപ്പോൾ അത് നോക്കിയപ്പോൾ അതൊന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ വന്നിട്ടുള്ളത്. 3-ാം ക്ലാസ്സിലെ കുട്ടികളാണ്, അവരായിട്ട് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്. വൈഫിനുള്ള ഒരു ബർത്ത്ഡേ ഗിഫ്റ്റാണ്. എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അവർ തന്നെ ഉണ്ടാക്കി അവർ തന്നെ ഒക്കെ ചെയ്തതാണ്. നമുക്കറിയാമല്ലോ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ്. അവർ ചെയ്തൊരു കാര്യം ആദ്യം ഇത് കൊണ്ടുവന്ന് തരികയാണല്ലോ. എങ്ങനെയാണ് കൊണ്ടുവന്ന് തരുന്നത്? ഹാപ്പി ബർത്ത്ഡേ സാനിയ. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ടാണ് മനസ്സിലാക്കണല്ലോ. ചിന്ന ഒരു റോസ് പൂവ്, പിന്നെ എൻ്റെ അകത്താണ് ഇനി കാണേണ്ടത്. അത് ഒട്ടിച്ച് നോക്കണം. അത് ഒരു ചാർട്ട് വെച്ച് ഇവർ കവർ ചെയ്തിട്ടുള്ളതാണ്. ചാർട്ട് വെച്ചിട്ട് ഇവിടെയൊക്കെ പശ കൊണ്ടിപ്പോൾ ഞാൻ പൊളിച്ചിട്ടാണ് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ. പശ വെച്ച് കവർ ചെയ്തിട്ട് കുട്ടികളൊക്കെ പാടെ കൂടി എഴുതി കൊണ്ടുവന്നതാണ്. കാണിച്ചു തരാം. അതിൻ്റെ അകത്തുള്ളത് അത് വേറൊരു എഴുത്താണ്. എല്ലാവർക്കും ഇവിടുത്തെ കുട്ടികൾക്ക് എല്ലാവർക്കും വൈഫിൻ്റെ പേരറിയാം. ഇവർ എഴുതിയിട്ടതാണ് ഹാപ്പി ബർത്ത്ഡേ സനിയ, ഹൗ ആർ യു, മൈ നെയിം ഈസ് ഗാനിയ, ദിസ് ഫ്രെയിം ഈസ് യുവർ ഗിഫ്റ്റ്. ഇത് സാറുള്ളതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേറെ എന്തോ എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ വന്ന് ഇരുന്ന് നോക്കുന്ന സമയത്താണ് ഇങ്ങനെ വൈഫിനുള്ളൊരു ഗിഫ്റ്റാണെന്ന് കണ്ടത്. അപ്പോൾ ഓക്കെ, താങ്ക് യു. ഇതോടുകൂടി ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ വീഡിയോസ് അവസാനിപ്പിച്ചിട്ടുണ്ടെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു.